മാർക്കോ, ആദ്യമേ എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഈ സിനിമ കാണാനായിട്ട് കുട്ടികളായിട്ട് ഫാമിലിയായിട്ട് കാണാൻ പോകരുത്. കാരണം എക്സ്ട്രീം വയലൻസ് ആണ്. മലയാള സിനിമ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വയലൻസ് എന്ന് പറഞ്ഞാൽ വെറുതെ അടിക്കുക കൊല്ലുക അതൊന്നല്ല, ഇത് അതുക്കും മേലെ അത്രയും ഭയങ്കര വയലൻസ്. ഞാൻ മലയാള സിനിമ മാത്രമല്ല, ഞാൻ ഇത്രയും വയലൻസ് ഉള്ള സിനിമ ഞാൻ കുറേ സിനിമകൾ വയലൻസ് ഉള്ളത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും വയലൻസ് ഉള്ളൊരു പടം ഞാൻ വേറെ കണ്ടിട്ടില്ല. അത്രയും വയലൻസ് ആണ്. വയലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ ഒരു വാണിംഗ് പോലെ പറയണത്. ഇതൊക്കെ കാണാൻ കെൽപ്പുള്ള ആൾക്കാർ കാണുന്നതായിരിക്കും നല്ലത്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഉടനെ അവസ്ഥ ഉണ്ടാക്കരുത്. കാരണം ഞാൻ അത് കാണാൻ പോയ തിയേറ്ററിൽ 1-2 ആൾക്കാർ ഇതിലെ പ്രധാനപ്പെട്ട ഭയങ്കര നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വയലൻസ് ഒക്കെ പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണ്, അത് ഇൻ്റർവെൽ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ. 2-3 ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോണേ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ. കാരണം അവർക്ക് പടം ഇഷ്ടപ്പെടാണ്ടാവാൻ വഴിയില്ല. കാരണം അതിന് വയലൻസ് ആ ഒരു സീൻ വന്നപ്പോഴാണ് ഇവർ ഇട്ട് പോണേ ഞാൻ കണ്ടത്. ആ സീനൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം സ്പോയിലറുമാണ്. അതുപോലെ തന്നെ സ്പോയിലർ അല്ലെങ്കിൽ പോലും എനിക്കത് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ഒട്ടും താല്പര്യമില്ലാത്ത അങ്ങനത്തെ സീനുകളാണ്. അപ്പോൾ അത്രയും വയലൻസ് ആണ്. സോ ഇത് കാണാൻ ആഗ്രഹമുള്ളവർ മാത്രം തിയേറ്ററിൽ പോയി കാണാം. മാർക്കോ പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു. അത്ര ഗംഭീരമായിട്ട് ഹനീഫ് അദേനി എന്ന് പറഞ്ഞ ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യുന്നത്. പുള്ളിയുടെ ഇതിനു മുമ്പത്തെ പടമായിരുന്നു രാമചന്ദ്ര ബോസാൻകോ, ഒരു വകക്ക് ഉള്ളിലായിരുന്നു. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് റിവ്യൂ പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് OTT പോലും ആൾക്കാർ വാങ്ങിക്കാനല്ലാതെ അങ്ങനത്തെ കൂതറപ്പടാണ് ഡയറക്റ്റ് ചെയ്തത്. പക്ഷേ ഇതിൽക്ക് വരുമ്പോൾ അയാളെ ഗംഭീര കമ്പാക്കാണ്. നല്ല വർക്ക് എടുത്തിട്ടുണ്ട് ആ മനുഷ്യൻ. ഒരു 2 മണിക്കൂർ 20-25 മിനിറ്റ് അത്ര ലെങ്ത് വരുന്ന ഈ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പടം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയായിരുന്നു. ഈ ഒരു വർഷത്തെ ഇത്രയും, അതായത് ഒരു ആക്ഷൻ കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് മാർക്കോ. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു റിവെഞ്ച്, അത് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ വലിയ, അതായത് അടി വിട്ട് കൊല്ല, ഇത് അതിൻ്റെ ഒരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് ഇങ്ങനെ നടക്കണ രീതിക്കാണ് അതിൻ്റെ ഒരു കഥ വെക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ സിമ്പിൾ പ്ലോട്ട്. ഞാൻ കാര്യമായിട്ട് വേറെ ഒന്നും പറയുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടെങ്കിൽ നല്ലതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു കഥയിൽ മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറെ പ്രസൻറ്റ് ചെയ്ത ഉണ്ണി മുകുന്ദൻ, പുള്ളി വലിയൊരു അപ്രിസിയേഷൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം അത്രക്ക് വലിയ പെർഫോമൻസ് ആണ് മാർക്കോയിൽ ഉണ്ണി മുകുന്ദൻ്റെ ആൾ ചെയ്തിരിക്കുന്നത്. കാരണം ഇതുവരെ മുമ്പത്തെ ഒരു സിനിമകൾ ചെയ്തില്ലാത്ത അത്രക്കും വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ്റെ ഒരു 1 man ഷോ പോലെ എനിക്ക് തോന്നി. അത്ര ഗംഭീരമായിട്ട് ഉണ്ണി മുകുന്ദനിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ടായി. മാർക്കോ എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻട്രൽ ക്യാരക്ടർ തന്നെയാണ് ഈ പടം മെയിനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഫാമിലി പോലും വരുന്നുണ്ടെങ്കിലും മെയിൻ ഫോക്കസ് മാർക്കോയിൽ തന്നെയാണ്. മാർക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള രീതിയിൽ ഒരു വലിയൊരു ക്രിയേഷൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഓൾറെഡി ഒരു പടം ഡയറക്ടർ തന്നെ ബിൽഡപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു ഫ്ലോയിൽ അങ്ങനെ ഒഴുകി പോകാനായിട്ട് പടത്തിന് പറ്റുന്നുണ്ട്. സോ നമുക്ക് ഇംപ്രസ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന രീതികളുടെ പടമായിരുന്നു മാർക്കോ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് സെക്കൻഡ് ഹാഫ് ആയിരുന്നു. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഇതിൻ്റെ ഈ കഥകൾക്കൊക്കെ എത്തിക്കാനുള്ള കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ഇൻ്റർവെല്ലിലൊരു ഗംഭീര ഫൈറ്റ് ഉണ്ട് മക്കളെ. അതിൽ ആ ഫൈറ്റ് ഉണ്ടല്ല, നമ്മളുടെ രവി ബർസൂർ അതിന് മ്യൂസിക്കും കൂടി കൊടുത്തപ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഉണ്ണിമുകുന്ദൻ്റെ ഒക്കെ ഇൻട്രോ ഉണ്ടല്ല, രവി ബർസൂർ KGF യഷ്ന് കൊടുത്തിരിക്കുന്ന ഒരു BGM ഇല്ലേ, അതുമാതിരി നിങ്ങൾ മറ്റേ ടീസർ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതുമാതിരി കിട്ടിലും BGM. രവി ബർസൂർ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് മലയാളത്തിൽ ഈ മ്യൂസിക് ചെയ്യുന്നത്. ആളെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. എന്തായാലും വേറൊരു ഇൻഡസ്ട്രിയിൽ മ്യൂസിക് ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനായിരുന്നു തോന്നുന്നു മറ്റേ ബഗീരൊക്കെ എന്താ മ്യൂസിക് ചെയ്തത്. എനിക്ക് അതിൻ്റെ വർക്ക് ഇഷ്ടമായി. പക്ഷേ ഇതിൽ കിടിലനായിട്ട് ആളതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ണി മുകുന്ദൻ, പിന്നെ ഈ മ്യൂസിക്, പിന്നെ ഡയറക്ടർ, ഇവരെ ഒന്നും പറയാനില്ല. പിന്നെ ഇതിൽ അതുപോലെ എടുത്തു പറയുന്ന 2 ക്യാരക്ടേഴ്സാണ് സിദ്ദിഖിൻ്റെ ജഗദീഷിൻ്റെ. അവർ പ്രത്യേകിച്ച് സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ ആളാ ഒരു ക്യാരക്ടറിലേക്ക് ഒഴുകി പോണ പോലെ. ജഗദീഷേൻ്റെ ക്യാരക്ടറാണെങ്കിൽ എന്താ പറയുക, ഒരു ഹോളിവുഡിലെ ഒരു ടൈപ്പ് വില്ലന്മാരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു വയസ്സായ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട്. അതായത് ജഗദീഷ് ചേട്ടനൊന്നും ഒരിക്കലും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. എനിക്കറിയില്ല ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ആളെ ലുക്കാണെങ്കിലും ആളുടെ പെർഫോമൻസ് ആണെങ്കിലും പിന്നെ ഇതിൽ വയലൻസ് മാത്രമല്ല, എക്സ്ട്രീമായിട്ട് ആയിട്ടുള്ള ടൈപ്പുള്ള കുറേ ആംഗ്യങ്ങളും ഇതൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള പടമാണ് ഈ ഒരു മാർക്കോ. ഇതെല്ലാം കാണാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇത് കണ്ടിരിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പോയി കണ്ടാൽ മതി. പക്ഷേ പടം മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട സിനിമയായിരുന്നു. കാരണം അത്രയ്ക്ക് വലിയ, പ്രത്യേകിച്ച് എനിക്ക് ആക്ഷൻ ജോണർ കുറച്ച് ഇഷ്ടമുള്ള മനുഷ്യനാണ് ഞാൻ. അപ്പോൾ വയലൻസ് ഇത്ര ഉണ്ടെങ്കിൽ പോലും വയലൻസ് വെറുതെ ഒന്നിനും വെട്ടിക്കൊല്ലുന്നതല്ല, അതിനൊരു ഇമോഷൻ കണക്റ്റ് വെക്കുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ അത് വർക്കൗട്ടായി. പ്രത്യേകിച്ച് അത്
വിട്ടു പറയുന്നില്ല, ഞാൻ അത് സ്പോയിലറായി പോകും. പിന്നെ എടുത്ത് പറയാനുള്ളത് ഇതിലൊരു ക്രെഡിറ്റ് സീൻ ഉണ്ട്. ആ ക്രെഡിറ്റ് സീൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയിൽ ഒരു ഫ്ലോ ഇല്ലാണ്ട് പെട്ടെന്നൊരു കട്ട് വരും. നിങ്ങൾ ദയവ് ചെയ്ത് വിചാരിക്കരുത് തിയേറ്ററുകാർ പ്രൊജക്ടർ ഓഫ് ചെയ്തതെന്ന്. ആ പടം അവിടെ ചെൻഡിയാണ്. അത് അങ്ങനത്തെ ഒരു കട്ട് വെച്ചെന്താ എനിക്ക് മനസ്സിലായില്ല. കാരണം ആ ഒരു ക്രെഡിറ്റ് സീൻ ഒരു നീറ്റായിട്ടുള്ളൊരു എൻഡിങ് കൊടുത്തില്ല. പെട്ടെന്ന് ഇങ്ങനെ തുടങ്ങി എന്തോ ഒരു സംഭവം കാണിച്ച് ടിം എന്നുള്ള രീതിയിൽ ക്രെഡിറ്റ് സീൻ എൻ്റെ ആണ്. അതുകൊണ്ട് പ്രൊജക്ടർ ഓഫ് ചെയ്തെന്ന് പറഞ്ഞിട്ട് തിയേറ്ററുകാരായിട്ട് തല്ലു പിടിക്കാൻ പോകരുത്. കാരണം ഞാൻ കാണാൻ പോയ തിയേറ്ററിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അതുകൊണ്ടാണ് ആദ്യം എടുത്ത് പറയുന്നത്. പടം അത്രേ ഉള്ളൂ, ആ ഒരു രീതിക്ക് ആണ് എൻ്റെ ചെയ്യുന്നത്. സോ ഒരു ക്രെഡിറ്റ് സീൻ ഉണ്ട്. പടം കഴിഞ്ഞിട്ട് ആ ക്രെഡിറ്റ്സ് ഇങ്ങനെ എഴുതി കാണിച്ചൊരു പാട്ടുണ്ട്. ആ പാട്ട് കഴിഞ്ഞിട്ടാണ് ക്രെഡിറ്റ് സീൻ വരിക. അപ്പോൾ അതും കൂടി കണ്ടു നോക്കുക. എനിക്ക് തോന്നുന്നു മിക്കവാറും നെക്സ്റ്റ് ഒരു പാർട്ടായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു യൂണിവേഴ്സായിട്ടൊക്കെ ഫ്യൂച്ചറിൽ വരികയായിരിക്കാം ഈ ഒരു മാർക്കുമായിട്ട്. പക്ഷേ എടുത്തു പറയാനുള്ളത് മിഖായേലും മാർക്കോ ആയിട്ട് യാതൊരുവിധ കണക്ഷനും മാർക്കോ എന്നുള്ള സിനിമയിൽ കാണിക്കുന്നില്ല. അത് സ്പോയിലർ അല്ല, അത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. സോ വെറുതെ ഇങ്ങനെ ഒരു എന്തെങ്കിലും എക്സ്പെക്റ്റേഷൻ അങ്ങനെ മാർക്കോയും മിഖായലും കണക്ഷൻ വെച്ച് നിങ്ങൾ നോക്കണമെങ്കിൽ, പ്രത്യേകിച്ച് നിവിൻ്റെ ക്യാരക്ടറൊക്കെ ആയിട്ട് ഒന്നുമില്ല. നിവിൻ പോളി എന്ന് പറഞ്ഞ മനുഷ്യനേ ഇല്ല ഇതിൽ. അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേ വേണ്ട. സിമ്പിളായിട്ട് ഒരു ഉണ്ണിമുകുന്ദൻ ഷോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, വയലൻസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വയലൻസ് ആണ്. ഇത് കാണാൻ താങ്ങാൻ പറ്റുകയാണെങ്കിൽ മാത്രം പോയി കാണാം. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. അതായിരുന്നു മാർക്കോ. അങ്ങനെ ക്രിസ്മസിന് 2 ഗംഭീര വയലൻസ് പടങ്ങളാണ് എന്തായാലും കിട്ടിയിട്ടുള്ളത്. റൈഫിൾ ക്ലബ്ബ് ആണെങ്കിലും ഇതാണെങ്കിലും. ഇനിയുള്ളത് ബറോസാണ്. ബറോസാണെങ്കിൽ ഭയങ്കര കുട്ടികൾക്കുള്ള പടം. അപ്പോൾ ഫാമിലി ഓഡിയൻസിന് പറ്റിയ പടം ഒന്നുമില്ലേ?